ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആദ്യം തന്നെ പറഞ്ഞേക്കാം, ഇന്നൊരാൾ അടുത്തിരുത്തിയിട്ടാട്ടോ വോയിസ് റെക്കോർഡ് കൊടുക്കുന്നുണ്ട്. കുറേയൊക്കെ ഒച്ചയൊക്കെ കേൾക്കുക, അപ്പോൾ എല്ലാവരും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണേ. ഇന്നത്തെ ദിവസം എനിക്ക് എപ്പോഴും തിരക്ക് പിടിച്ചുള്ള ദിവസമാണ്. ഞായറാഴ്ച ദിവസം എപ്പോഴും ഞാൻ തിരക്കിലായിരിക്കും. കാരണം ഞങ്ങൾക്ക് ഞായറാഴ്ച ദിവസം ഇവിടെ വെള്ളം വരുന്ന ദിവസമായിരുന്നേ. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടുള്ള ഓട്ടപ്പാച്ചിൽ, അതിൻ്റെ ഇടയ്ക്ക് കറി വെക്കലും വീഡിയോ എടുക്കലും എല്ലാം ഒന്നിച്ചാണ് കേട്ടോ. ഇന്നിപ്പോൾ വേറെ പ്രത്യേകതയുണ്ടെന്ന് ഉമ്മ വരുന്നുണ്ട് കേട്ടോ. പിക്കൻ ബസ്സിലും കൂടെ ഉമ്മാനെ കൂട്ടാൻ വേണ്ടി തൃശ്ശൂർ വരെ പോയിട്ടുണ്ട്. ആദ്യം മലപ്പുറം വരെ പോകാമെന്നും പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ ഉമ്മാനെ അവിടെ നിന്നും കൂട്ടിയിട്ട് അവർ ഇവിടെ വരുമ്പോൾ എന്തായാലും പാതിരാവും. അതുകൊണ്ട് ഉമ്മാൻ്റെ അടുത്ത് തൃശ്ശൂർ വരെ വന്നിട്ട് ഇവരെ അവിടെ നിന്ന് തൃശ്ശൂർ വെയിറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബസ്സിലാണ് പോയിട്ടില്ല കേട്ടോ, കാർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാറിലാകുമ്പോൾ വലിയ മെനക്കേടായിരിക്കും. അങ്ങനെ ബ്ലോക്കും മഴയൊക്കെയാണ് വലിയ പാടാം. അപ്പോൾ ഇക്കാക്ക് ബസ് യാത്ര ഭയങ്കര ഇഷ്ടമായിട്ട് ബസ്സിലേ പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഉച്ചത്തിന് വലുതായിട്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം എന്തായാലും ഉമ്മൊക്കെ കാണില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ഓർത്ത്. അപ്പോൾ അതിൻ്റെ വീട് ഞാൻ വേറെ ഇടാവേ. ഇതിൻ്റെ കൂടെ നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തിടാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ കുറേ ദിവസമായല്ലോ എന്തെങ്കിലുമൊക്കെ വൈകുന്നേരം കാപ്പിക്ക് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നൊരു പ്ലാൻ ഉണ്ട്, തീരുമാനിച്ചിട്ടില്ല എന്താണെന്ന് കേട്ടോ. അപ്പോൾ ദേ മുരിങ്ങൻ്റെ ഇല ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. പോകുന്നതിന് പിന്നെ മുരിങ്ങൻ്റെ ഇല തന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലത്തെ തെളിച്ചം കണ്ടപ്പോൾ ഞാനൊരു മഴയൊന്നും കാണത്തില്ല എന്ന്. അപ്പോൾ ഇരുണ്ട് കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാൽ നല്ല വെയിലാട്ടോ. പക്ഷെ നമുക്ക് തുണി വെയിൽ കാണുമ്പോൾ ഇടാണ്ടിരിക്കാൻ തോന്നത്തില്ലല്ലോ. അതുപോലെ തുണി 3 ദിവസത്തൊക്കെ തുണി ഉണങ്ങാനുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ചൊക്കെ ഞാനിങ്ങനെ മടക്കി എടുത്തിട്ടോ. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ മഴ തുണിയാണ് ഇപ്പോൾ മടക്കുന്നതിൻ്റെ ആക്കം കുറഞ്ഞ് പെറുക്കുന്നതിൻ്റെ ആക്കം കൂടിയിട്ടുണ്ടായിരുന്നേ. എന്താ ചെയ്യുക, മഴ നമ്മൾ ഉണങ്ങിയ ഡ്രസ്സ് ഇടാൻ സമ്മതിക്കില്ലാന്ന് തോന്നുന്നു. അപ്പോൾ കുറേയൊക്കെ ഷാളും മുണ്ട് അങ്ങനത്തൊക്കെ വേഗം ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിട്ടോ. കുറച്ചൊക്കെ ഞാൻ മടക്കിയെടുത്ത് പിന്നെ അങ്ങോട്ട് ചറപ്പറവെന്ന് പെറുക്കലായിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ എവിടെ കൊണ്ട് ഇടുന്ന ഒരു പിടുത്തമില്ല കേട്ടോ. പെരക്കകത്ത് ഫുള്ള് തുണിയാണ്. അത് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ പുറത്തെടുത്തിട്ടത്. ഇന്നത്തെ ദിവസം ഒരു 3-4 തവണയെങ്കിൽ ഞാൻ തുണി എടുക്കലും പെറുക്കലായിട്ട് നിന്നിട്ടുണ്ടാവും കേട്ടോ. കാരണം വെള്ളം പിടുത്തത്തിൻ്റെ ഇടയ്ക്ക് വെയിൽ കാണുമ്പോൾ ഓടിപ്പോവും, ഇതെല്ലാം എടുത്തിടും. ഇത് തന്നെയാണ് കേട്ടോ പരിപാടി. അങ്ങനെ എടുക്കലും പെറുക്കലായിട്ട് ഇത് ലാസ്റ്റത്തെയാണ്. പിന്നെ ഞാൻ ഇടാനും പെറുക്കാനും ഒന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാം കൂടെ ചുറ്റിക്കുട്ടി അവിടെ വെച്ചു. കുറച്ചൊക്കെ ഞാൻ മടക്കി വെക്കാനുള്ളതൊക്കെ മടക്കി വെച്ചു. ബാക്കി അവിടെ തന്നെ ഇട്ടു. നാളെ ഞാൻ വെയിൽ കാണുമ്പോൾ ഇടാമെന്ന് വെച്ചിട്ട് അങ്ങനെ അതെല്ലാം കൊണ്ട് കസേര കൊണ്ട് കൊട്ടിയിട്ടുണ്ട്. അപ്പം എൻ്റെ ബാക്കി പരിപാടിയിലോട്ട് ഞാൻ കയറുവാണ്. കാര്യം ഞാൻ ഇടില്ല എന്നൊക്കെ പറഞ്ഞാലും വെയിൽ കണ്ടപ്പോൾ അവസാനം ഞാൻ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പണിയൊക്കെ തീർന്നു കഴിഞ്ഞ് പിന്നെ മുറ്റം തുടങ്ങിയപ്പോൾ ഞാൻ മുറ്റം തൂക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ വെയിൽ കണ്ടപ്പോൾ എനിക്ക് സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം പെറുക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മഴയൊന്നും തൂളിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ തുണി അങ്ങനെ കിടന്ന് കുറേയൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ കറിക്ക് ഞാൻ പകുതി ആക്കി വെച്ചിട്ട് ബാക്കി ഇതേ ഇട്ടിട്ട് ഞാൻ ഓടിയിട്ടുണ്ടായിരുന്നു. പിന്നെയും പാത്തുവിനെ മടിയിലെത്തി കണ്ട് ചെയ്യുന്നത്. പാത്തു ആ സമയത്ത് ഉറങ്ങി എണീറ്റുകൊണ്ട് പിന്നെ കയ്യിൽ നിന്നൊന്നും ഇറങ്ങില്ല കേട്ടോ. പിന്നെ കുറേ നേരം കയ്യിലൊക്കെ ഇരുത്തിയിട്ടാണ് പിന്നെ ആക്കാനായിട്ട്. അപ്പോൾ പരിപ്പും മുരിങ്ങയിലും കൂടെ താളിച്ച് വെക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് അത് കാണിക്കാഞ്ഞത്. ഞാൻ ഇത്ര കഥച്ച് എന്താണ് വോയിസ് റെക്കോർഡ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പിള്ളേർ വന്നു കഴിഞ്ഞാൽ ഒച്ചയും വിളങ്ങാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് പിള്ളേർ കളിച്ച് കഴിഞ്ഞ് വരുന്നതിന് മുന്നേ ഒക്കെ വേഗം ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടാണ് എൻ്റെ ഈ വീഡിയോക്കാനുള്ള കഷ്ടപ്പാട്. അപ്പോൾ നിങ്ങൾ കാണാതെ പോരും. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഓരോ വീഡിയോ നിങ്ങൾക്ക് എടുത്ത് തരുന്നത് നിങ്ങൾ ആലോചിക്കണേ. അപ്പോൾ അത് വേഗം ഓരോന്നൊക്കെ ചെയ്ത് നമ്മൾ ചോറപ്പോൾ ഏറെക്കുറെ വേവാനായിട്ടുണ്ട്. അപ്പോൾ ചോറ് വെന്ത് ഇറക്കിയിട്ടാണ് ഉപ്പാക്ക് കുളിക്കാനുള്ള വെള്ളം വെക്കാനായിട്ട്. ഇപ്പോൾ പനി വന്നേ പിന്നെ ഉപ്പ ചൂടുവെള്ളത്തിലാട്ടോ കുളിക്കാറില്ല. എന്തായാലും തീ ഇങ്ങനെ കത്തി പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ കഞ്ഞി ഇറക്കിയിട്ട് ഞാൻ അടുപ്പിലങ്ങ് വെള്ളം വെച്ചു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനും ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുളിക്കുന്നത്. കാരണം നല്ല സുഖമുണ്ട് ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട്. പിന്നെ ശീലമായി കഴിഞ്ഞാൽ പിന്നെ വലിയ പാടായിരിക്കും. അതുകൊണ്ട് നമ്മളത് ശീലമൊന്നും ആക്കിയിട്ടില്ല. പിന്നെ ഉപ്പാക്ക് കുളിക്കാൻ എന്തായാലും വെള്ളം വെക്കും. ഈ കാക്ക ഇടയ്ക്ക് ചൂടുവെള്ളം വേണമെന്നുണ്ട് വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. നിർബന്ധമൊന്നുമില്ല. പിന്നെ ഉമ്മ വന്നിട്ട് അധികം ദിവസം നിൽക്കൊന്നുമില്ല കേട്ടോ. ഉമ്മക്ക് ചെക്കപ്പൊക്കെ ഉള്ളതുകൊണ്ട് അതിന് വേണ്ടി വരുന്നതാണ് കേട്ടോ. പിന്നെ അപ്പോൾ അടുക്കള പണിയുടെ സമയത്തൊന്നും ഇവിടെ കാണത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അടുത്ത പണിക്ക് കയറാനായിട്ടുണ്ട്. അതുകൊണ്ട് ചെക്കപ്പിന് വേണ്ടി മാത്രം വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നു കഴിഞ്ഞാൽ എത്ര ദിവസം നിൽക്കുന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അടുത്ത പണി പെട്ടെന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് ചെക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഉമ്മാക്ക് പോകാനായിട്ട്. എന്തായാലും അവിടുന്ന് സാധനം എല്ലാം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഉമ്മാക്ക് തൂക്കി പിടിച്ച് വരണ്ടല്ലോ എന്ന് ഓർത്ത് ഇക്കൊക്കെ കൂടെ പോയതാണ് കേട്ടോ വിളിക്കാനായിട്ട്. ഉമ്മാക്ക് ഇത് 5 ഗ്രാം ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ അടുത്തറിയാവുന്ന ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ചോദിച്ച് മനസ്സിലാക്കും. വേറെ ഒന്നുകൊണ്ടല്ല, എനിക്ക് അതുപോലത്തെ വല്ലതും വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാട്ടോ. എന്തെങ്കിലും അസുഖം എവിടെയെങ്കിലും ഏതെങ്കിലും വഴി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മൾ അടുത്തറിയാവുന്ന ആരും വേണമെന്നൊന്നുമില്ല. നമ്മളിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു കൊറോണ റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാലും ഞാനപ്പോൾ ചിന്തിച്ചു വിട്ട് എനിക്ക് ഈ അസുഖമായിരിക്കും, അതായിരിക്കും ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്, അങ്ങനെയൊക്കെ ചിന്തിച്ച് കൊടുക്കുന്ന ഒരു പ്രത്യേക വട്ടസുഖം എനിക്കുണ്ട് കേട്ടോ. അതിനൊക്കെ പറയുന്നവരെ 2 കിട്ടാത്തതിൻ്റെ കുറവാണ്. എനിക്ക് എന്തെങ്കിലും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് നെഞ്ചിനകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പോകും ECG എടുക്കും. എൻ്റെ വിചാരം എനിക്ക് വല്ല അറ്റാക്കും വരുന്നുണ്ടെന്ന് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ഞാൻ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ECG എടുക്കാതെ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവാറില്ലേ. അപ്പോൾ ഉമ്മാക്ക് ഇതുപോലെ വയ്യാതായപ്പോൾ, ഉമ്മാക്കും മുന്നേ എൻ്റെ ഉപ്പച്ചിക്ക് വയ്യാതായിട്ടുണ്ടായിരുന്നു. അത് സെയിം ഇതുപോലൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അത് ഉപ്പച്ചി എല്ലാ അസുഖം എല്ലാം മാറിക്കഴിഞ്ഞിട്ട് ഉപ്പച്ചിനടുത്ത് പതുക്കെ പോയിരുന്ന ഫുൾ ഡീറ്റെയിൽ അന്വേഷിച്ചു. എന്താ എങ്ങനെയാണെന്നൊക്കെ, എങ്ങനെയാണ് വന്നത്, തുടക്കം എങ്ങനെയായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അതേ ചോദ്യം ഇവിടെ ഉമ്മാനടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ഇങ്ങനെയുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെക്കുന്ന ഒരു പ്രത്യേക സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക്
നമുക്കറിയാത്തൊരു സത്യമുണ്ട്. പണ്ട് ഡോക്ടറാവാൻ ഭയങ്കര ഇഷ്ടമുണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. എന്ന് വെച്ചാൽ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്. പിന്നെ അതിനുള്ള ബുദ്ധിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ വീഡിയോ കാണുന്ന കുറേ പേരും ചിന്തിക്കും ഇവൾക്ക് ഇത്രയും നാക്കുണ്ടായിരുന്നൊന്നുമില്ലേ, പറയുന്നതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ചോറ് അവിടെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്തുവിനെ പതുക്കെ എളിയിൽ അങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരിപ്പൊക്കെ അവിടെ സെറ്റായി കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്ന് കഴിഞ്ഞ് പിന്നെ കേട്ടോ ഞാൻ ഇതുപോലെ വടിച്ചിടുന്നത് കഞ്ഞി. ഞങ്ങളവിടെയൊക്കെ കൊട്ടക്കയിലാട്ടോ ഉപയോഗിക്കുന്നത്. അതുപോലെ കൊട്ടക്കയിൽ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ പൊക്കിക്കൊണ്ട് വന്നാണ് അത് അവിടെ അങ്ങനെ അണി തൂങ്ങിയിരിക്കുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ചോറൊക്കെ പെട്ടെന്ന് വെന്ത് ആവശ്യം എടുക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതങ്ങോട്ട് എടുത്ത് വടിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു കണക്കിന് നമുക്ക് കൊട്ടക്കലിനേക്കാൾ എളുപ്പം ഇതുപോലെ വടിച്ചിരുന്നു കേട്ടോ. എവിടെയൊക്കെ തിരക്ക് പിടിച്ച് പോകുമ്പോൾ കൊട്ടക്കയിലും പിടിച്ച് ഊറ്റിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ വടിച്ചങ്ങ് ഇട്ടാൽ മതി. പിന്നെ വലിയ കല്ലൊക്കെ നമുക്ക് ഭയങ്കര പാടായിരിക്കും ഇങ്ങനെ വടിച്ചിടാനൊക്കെ കേട്ടോ. ചോറും കറിയൊക്കെ വെച്ചെങ്കിൽ ഞാൻ കഴിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഇച്ചിരി വണ്ണം വെച്ചോ എന്ന് എനിക്കൊരു ഡൗട്ട്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വണ്ണം കുറയ്ക്കാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. കാരണം ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നു കേട്ടോ, വണ്ണം ഉള്ളതുകൊണ്ട്. ഓവർ വണ്ണം ഇല്ല, ഞാൻ ചെറിയ രീതിയിൽ ഹൈറ്റ് ഉള്ളതുകൊണ്ട് ആ വണ്ണം അറിയാഞ്ഞിട്ടായിരിക്കും. പക്ഷേ എനിക്ക് വണ്ണം ഒരുപാടുള്ള ഇഷ്ടമില്ലേ. അപ്പോൾ ചെറിയ രീതിയിൽ ഡയറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചായ കൂടി ഞാൻ പരമാവധി ഞാൻ കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് ചായയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ചായ കുടിച്ചില്ല എനിക്ക് എന്തോ ബുദ്ധിമുട്ടാണ്. രാവിലെയൊക്കെ ചായ കുടിക്കാതിരിക്കുമ്പോൾ എനിക്ക് കൈയും കാലൊക്കെ വിറയ്ക്കുന്ന പോലെ ഫീൽ തോന്നും. കാരണം അത്രയ്ക്ക് തൊണ്ടൊക്കെ വരളുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. എന്നാലും ഞാൻ പരമാവധി ഞാൻ കുറയ്ക്കുന്നുണ്ട്. 1 ഗ്ലാസ് എന്നുള്ള 1/2 ഗ്ലാസ് ആക്കി ഇങ്ങനെ കുറച്ചിട്ടുണ്ട് കേട്ടോ. ആങ്ങളെ പറഞ്ഞ് കേട്ട് ഒരു ദിവസം ഞാൻ ഒറ്റയടിക്ക് ഷുഗർ കട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോൾ എനിക്ക് വിറയൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം മധുരം ഇല്ലാതെ എങ്ങനെ ചായ കുടിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ അതങ്ങ് സ്കിപ്പ് ചെയ്ത്. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമൊന്നുമില്ല കേട്ടോ ഈ മധുരമില്ലാതെ ചായ കുടിക്കുക എന്നുള്ള പരിപാടിയൊക്കെ. അതുകൊണ്ട് ഞാനതങ്ങോട്ട് മാറ്റി. എന്നാലും ഞാൻ പരമാവധിയൊക്കെ ചായ കുടിക്കുക കുറയ്ക്കുന്നത്. ചായ കുടി ഒത്തിരി കുടിക്കുന്നത് നല്ലതല്ല. പിന്നെ രാവിലെ എനിക്ക് വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ. അത് ശീലമായിട്ടുള്ളതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ല. നല്ല ദാഹമുള്ളപ്പോൾ സമയത്താണ് ഞാൻ 1 ഗ്ലാസ് 2 ഗ്ലാസ്സൊക്കെ ചെയ്യാൻ നല്ലപോലെ കുടിക്കാറുണ്ട്. അല്ലെങ്കിൽ 1/2 ഗ്ലാസ്സൊക്കെ കുടിക്കാറുള്ളേ. അപ്പോഴത്തേ നമ്മൾ കറിയില്ല അവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാത്ത് ഇടയ്ക്ക് കുറേ വിശേഷങ്ങളും കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊരു പണി ചെയ്തുകൊണ്ടിരിക്കുക കുറേ പ്രാവശ്യം ഇങ്ങനെ വിളിച്ചിരിക്കും. നമ്മൾ വിളി കേട്ടില്ലെങ്കിൽ പിന്നെ പിണക്കാന്ന് ഓർത്ത് സങ്കടപ്പെട്ടോടെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ വിളിക്കുന്നതിനും വർത്താനം പറഞ്ഞതിനൊക്കെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവൾക്ക് കഞ്ഞിയെല്ലാം കൊടുത്തിട്ടാണ് കുളിപ്പിക്കാനായിട്ട്. കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ കുളിപ്പിക്കാൻ നിൽക്കാറുള്ളൂ കേട്ടോ. ഇതിൽ ഡ്രസ്സെല്ലാം മാറിക്കഴിഞ്ഞ് പിന്നെയും ദേഹത്തെല്ലാം പറ്റും. പിന്നെ കഴിക്കാൻ കൊടുക്കുന്നത് ഇച്ചിരി ടാസ്ക് പിടിച്ച പരിപാടിയാണ്. കാരണം അവളുടെ ഒപ്പത്തിന് നിന്ന് അവളുടെ കളിക്കൊക്കെ നിന്ന് വേണം കൊടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ചോറൊക്കെ പഠിച്ചിട്ട് ഉപ്പാക്കുള്ള വെള്ളമൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇനിയിപ്പോൾ അവിടെ കിടന്ന കണലിൽ കിടന്ന് അങ്ങനെ ആയിക്കോളും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തീ ഇങ്ങനെ കത്തിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ എപ്പോഴാണ് ഉപ്പ വന്ന് കയറാമെന്നറിയില്ല. അപ്പോൾ അപ്പോഴേക്കും തണുത്തും പോകും കേട്ടോ. പിന്നെ ഷോർട്ട് വീഡിയോ പരമാവധി കുറച്ച് ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് ഇടുന്നത്. കാരണം അത്രയും കഷ്ടപ്പെട്ട് ഞാൻ കുറേ വീഡിയോസ് ലോങ് വീഡിയോക്കുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതെല്ലാം കട്ട് ചെയ്താണ് 3 മിനിറ്റ് ആക്കി ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനോർത്ത് ഒരു കണക്കിന് നോക്കുമ്പോൾ ലോങ് വീഡിയോ തന്നെയാണല്ലോ നല്ലതുണ്ട്. ഇനിയിപ്പോൾ പരമാവധി ഞാൻ ലോങ് വീഡിയോ തന്നെയായിരിക്കും കൂടുതൽ ഇടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുക്കളയിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വൈകുന്നേരം ആകുമ്പോൾ ഇപ്പോൾ കോഴി കൊണ്ടുവരും. എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു. എപ്പോഴും കോഴിക്കറിയില്ലേ കൂട്ടുന്നത്. അപ്പോൾ പെപ്പർ ചിക്കൻ എന്തെങ്കിലും ഉണ്ടാക്കി ട്രൈ ചെയ്താലോ എന്ന് നോക്കണം കേട്ടോ. അപ്പോൾ പരമാവധി ഞാൻ നോക്കാം വീഡിയോ എടുക്കാൻ പറ്റുമില്ലെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ കൂട്ടുകാർ ആരും ചാനൽ സബ്സ്ക്രൈബ് ആകാമെന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ. അപ്പം നല്ലതായിട്ട് പിന്നെ കാണാം. ബൈ.